ഹരി ഓം. ദശകം 68, ശ്ലോകം 3. തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ധരേ കൃഷ്ണവാദിഹർഷുലാ. തവ വിഭോ പരാ കോമളം ഭുജം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗള അന്തരേ. നിജഗളാന്തരേ പര്യവേഷ്ടയത്. നിജഗളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം. ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല എന്നാണ്. നമ്മൾ അവിടെ ഇടയ്ക്ക് കൃഷ്ണ ചേർക്കുമ്പം പ്രതിനിരുന്ധതി കൃഷ്ണ വാ അതിഹർഷുല എന്നാണ് വായിക്കുന്നത്. ശരിക്കും പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല ഇവയാണ്. അപ്പോൾ ആ നിരുന്ധതി എന്നുള്ള വള്ളിയും ഇവയും കൂടെ ചേർത്തിട്ടാണ് നിരുന്ധതീവാദിഹർഷുല എന്നാണ്. നിരുന്ധതീവാദിഹർഷുല. അപ്പം നമ്മൾ ആ കൃഷ്ണ ചേർക്കുന്നത് കാരണം പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല എന്നുള്ളത് പ്രതിനിരുന്ധതി വാ അതിഹർഷുല എന്നാണ് വായിച്ചു പോകുന്നത്. തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ധതി കൃഷ്ണവാദിഹർഷുലാ. ശ്ലോകം 3 അന്വയവും അർത്ഥവും. വിഭോ പരാ അതിഹർഷുല തവ കോമളം ഭുജം ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ നിജഗളാന്തരേ പര്യവേഷ്ടയത്. വിഭോ അല്ലയോ സർവശക്ത. സംബോധന. പരാ അതിഹർഷുല. പര മറ്റൊരു ഗോപി, വേറൊരു സ്ത്രീ, മറ്റൊരു ഗോപി അതിഹർഷുല അത്യധികം സന്തോഷത്തോടുകൂടി. വിഭോ പരാ അതിഹർഷുല അല്ലയോ സർവശക്ത മറ്റൊരു ഗോപി അത്യധികം സന്തോഷത്തോടുകൂടി തവ കോമളം ഭുജം നിന്തിരുവടിയുടെ ആ അഴകാർന്ന ആ കയ്യ് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ. ഗളസമുദ്ഗതം ആ കണ്ഠനാളത്തിൽ നിന്നും ആ പുറത്ത് വരാറായ ആ പ്രാണവായു, അതാണ് ആ കണ്ഠനാളത്തിൽ നിന്നും പുറത്തെത്താറായ പ്രാണമാരുതം. ആ പ്രാണവായുവിനെ പ്രതിനിരുന്ധതി ഇവ തടഞ്ഞു നിർത്തുവാനോ എന്ന് തോന്നും വണ്ണം. ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ. ആ വിരഹദുഃഖത്താൽ ആ കണ്ഠനാളത്തിൽ നിന്നും പുറത്തെത്താറായ ആ പ്രാണവായുവിനെ തടഞ്ഞു നിർത്തുവാനോ എന്ന് തോന്നും വണ്ണം നിജഗളാന്തരേ പര്യവേഷ്ടയത് തൻ്റെ കഴുത്തിൽ, ആ കണ്ഠത്തിൽ അവൾ ചുറ്റിക്കെട്ടി. ഭഗവാന്റെ കൈയെടുത്ത് ചുറ്റിക്കെട്ടി. അല്ലയോ ആ സർവശക്തനായ ദേവ, മറ്റൊരുവള് അങ്ങയുടെ ആ വീണ്ടുമുള്ള ആ വരവിൽ അധികം സന്തുഷ്ടയായി. അങ്ങയുടെ ആ മൃദുലമായ ആ കരത്തെ പിടിച്ച് അവളുടെ കഴുത്തിലങ്ങ് ചുറ്റിക്കെട്ടി. അത്ര അധിക സന്തോഷത്തോടും പ്രേമത്തോടും കൂടി അവളുടെ കഴുത്തിൽ ചുറ്റിക്കെട്ടി. അത് കണ്ടാൽ ആ നേരത്തെ ആ ഭഗവാൻ മറഞ്ഞ സമയത്ത് ഉണ്ടായ ആ വിരഹ സമയത്ത് ആ കണ്ഠപ്രദേശത്ത് നിന്നും വെളിയിലേക്ക് പോകുവാൻ തുടങ്ങിയ ആ പ്രാണവായുവിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുവാനാണെന്ന് തോന്നും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം
പ്രതിനിരുന്ധതി കൃഷ്ണവാദിഹർഷുല.